മൂന്നര കോടി മലയാളികളും ഈ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്ന കാര്യത്തെക്കുറിച്ചാണ്. കാരണം മുഖ്യമന്ത്രിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി ആകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആ 3 നേതാക്കളുണ്ട്. പിന്നെ ഇവരിൽ ചിലരെ മുഖ്യമന്ത്രി ആക്കാനും വേറെ ചിലരെ ആക്കാതിരിക്കാനും വേണ്ടി പാടുപെടുന്ന മുതിർന്ന നേതാക്കളുണ്ട്, മുതിർന്നുകൊണ്ടിരിക്കുന്ന നേതാക്കളുണ്ട്, മുതിരാറാകുന്ന നേതാക്കളുണ്ട്, പിന്നെ മോരും മുതിരയും പോലെയുള്ള വേറെ ചില നേതാക്കളുണ്ട്, മാധ്യമങ്ങളുണ്ട്, മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, എല്ലാത്തിലുപരി മീഡിയ വൺ, ഇവരൊക്കെ ഉഷാറായിട്ട് രംഗത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ. ആര് മുഖ്യമന്ത്രിയായിട്ട് വന്നാലും നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ കാർഡിന് റേഷനരി കൂടാനോ കുറയാനോ പോകുന്നില്ല. പിന്നെ ഈ കേരളം വികസിച്ചാലും ഇത്തരമൊക്കെ തന്നെ വികസിക്കുള്ളൂ. അതിനൊക്കെ ചില പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഈ കേരളത്തിൽ ആരായിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന വിഷയമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് സാധാരണഗതിയിൽ വരേണ്ടത് മുൻ മുഖ്യമന്ത്രിയാണ്. മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എവർക്കും പ്രിയങ്കരനായ മുൻ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം അങ്ങനെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ വേറൊരു പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയേക്കാൾ പ്രധാനപ്പെട്ട പോസ്റ്റ് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് നിരന്തരമായിട്ട് ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ട്, കെടുകാര്യസ്ഥതയ്ക്കെതിരായിട്ട്, വർഗീയതയ്ക്കെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ടൊക്കെ പോരാടേണ്ട ആളാണ്. അപ്പോൾ അതിന് ശേഷിയും ശേമുഷിയും ഉള്ള ആൾ എന്ന് പറഞ്ഞാൽ പണ്ട് അച്യുതാനന്ദനായിരുന്നു, ഇപ്പോൾ പിണറായി വിജയനാണ്. മാത്രവുമല്ല കേരള രാഷ്ട്രീയത്തിൽ ഒരു CPM-കാരന് പ്രതീക്ഷിക്കാവുന്ന പരമാവധി സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ടില്ല. ഒരുപാട് കാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, പിന്നെ കേരള മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കാൻ പുള്ളിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി മരിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ചവൻ പുള്ളിയോട് ചോദിക്കും, വിജയ, നീ ഇത്ര നാൾ കേരള രാഷ്ട്രീയത്തിൽ ബാറ്റ് ചെയ്തിട്ട് മറ്റ് പല പദവികളും വഹിച്ചിട്ടുണ്ട്, പക്ഷേ 2026 ആണ്ടിൽ നിങ്ങളുടെ പാർട്ടിക്ക്, നിങ്ങളുടെ മുന്നണിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായില്ല? അതൊരു വലിയ പരിമിതിയല്ലേ, അത് വലിയൊരു പോരായികയല്ലേ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനൊരു ചോദ്യം ഈ യമധർമ്മനെ കൊണ്ട് ചോദിപ്പിക്കാൻ നമ്മുടെ സഖാവിന് താല്പര്യമില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല ഈ ഭരണം ക്ലിഫ് ഹൗസിൽ നിന്ന് കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് മാറി താമസിക്കാം, അതും സർക്കാർ മന്ദിരമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഇദ്ദേഹം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ ഒരു ചെറിയ വീട്, ചെറിയെന്ന് വെച്ചാൽ വളരെ ചെറിയ, ഒരു 4800 സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയ ഉള്ള ഒരു വീട്, അത് മിംസ് ആശുപത്രിക്കാരൻ്റെ ഉടമസ്ഥയിലുള്ളതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു വീടെടുത്ത് അവിടേക്ക് താമസം മാറ്റി. പാർട്ടി ഫ്ലാറ്റ് ഉണ്ട്, പക്ഷേ അവിടെ സൗകര്യമൊക്കെ വളരെ കുറവാണ്. കിച്ചണും വർക്ക് ഏരിയയൊന്നും വേണ്ടത്രയില്ല. കമല ടീച്ചർക്കാണെങ്കിൽ ഒന്ന് വിശദമായിട്ട് പാചകം ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് വേണ്ട, എന്തിനീ പാർട്ടി ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇദ്ദേഹം ഈ വാടക വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് സ്ഥല സൗകര്യം അത്ര അധികമൊന്നും ഇല്ല എങ്കിൽ പോലും പിണറായി വിജയനും കമല ടീച്ചർക്കും, പിന്നെ ഗൺമാനുണ്ടെങ്കിൽ ഗൺമാനും, പിന്നെ വളർത്തു നായയുണ്ട്, നായയ്ക്ക് കൂടി താമസിക്കാനുള്ള സ്ഥലം, അത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളൂ. 4800 എന്ന് വെച്ചാൽ നമുക്കറിഞ്ഞുകൂടെ, നിസ്സാരമാണ്. വിജയൻ സഖാവാണ് ഈ കുട്ടിക്കാലം തൊട്ട് കൊട്ടാരത്തിൽ വളർന്ന ആളാണ്. പുള്ളി ബക്കിംഗ്ഹാം പാലസ് പോലെ അല്ലെങ്കിൽ വേഴ്സായി പാലസ് പോലെയുള്ള വലിയ വലിയ സൗധങ്ങൾ കണ്ട് ശീലിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാലത്ത് പ്രഭാതം നടത്തേക്ക് കുറച്ച് സ്ഥലം വേണം, പിന്നെ സൗകര്യമായിട്ട് ഒന്ന് നീണ്ടു നിവർന്നിരുന്ന് ദേശാഭിമാനി പത്രം വായിക്കാൻ സ്ഥലം വേണം. പാർട്ടി സഖാക്കൾ ആരെങ്കിലും വരണമെങ്കിൽ അവരുടെ അടുത്ത് ചങ്ങാത്തം പറഞ്ഞിരിക്കാനായിട്ട് സ്ഥലം വേണം, പിന്നെ കാറ് കയറ്റിയിടാൻ സ്ഥലം വേണം. കൊച്ചുമോൻ എല്ലായ്പ്പോഴും ഇല്ല, വരുമ്പോഴൊക്കെ ഓടിക്കളിക്കാനുള്ള സൗകര്യം ഒരുക്കണം. അതിനൊക്കെ സ്ഥലം വേണ്ടേ, സൗകര്യം വേണ്ടേ? അങ്ങനെയാണ് വാടക വീട്ടിലേക്ക് മാറിയത്. കൻ്റോൺമെൻറ്റ് ഹൗസിലാണെങ്കിൽ ശ്വാസം വിടാൻ സ്ഥലമില്ല, പോരാത്തതിന് മരപ്പട്ടിയുടെ ശല്യം. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയെ സഹിച്ച ആളാണ് വിജയൻ സഖാവ്. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് വേറെ മാർഗ്ഗമില്ല, ക്ലിഫ് ഹൗസിൽ തന്നെ താമസിക്കണം. മരപ്പട്ടിയാണെങ്കിൽ മരപ്പട്ടി, ഈനാം ബീച്ച് ആണെങ്കിൽ ഈനാം ബീച്ച്, അങ്ങനെ സഹിച്ചാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം വാടക വീട്ടിൽ താമസിക്കും. ഇനി ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കുകയാണെങ്കിൽ പുള്ളി ഈ വാടക വീട്ടിൽ തുടർന്ന് താമസിക്കും. അതിൻ്റെ വാടക സർക്കാരിൽ നിന്ന് എഴുതി വാങ്ങിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കൻ്റോൺമെൻറ്റ് ഹൗസ് പട്ടിയെ വളർത്താനോ പൂച്ച വളർത്താനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വിജയൻ സഖാവ് വന്നാലേ
ഈ പ്രതിപക്ഷത്തിനൊരു ഗുമ്പുണ്ടാവും. മാത്രമല്ല പുതിയ MLA-മാരും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും കാര്യമായിട്ട് പഠിക്കാനോ പെർഫോം ചെയ്യാനൊന്നും അവസരം കിട്ടിക്കാനില്ല. അപ്പോൾ എല്ലാ പോരായ്മകളും പരിഹരിക്കാനായിട്ട് സഖാവ് വിജയൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവാകുന്നതാണ് പാർട്ടിക്ക് നല്ലത്, മുന്നണിക്ക് നല്ലത്, അദ്ദേഹത്തിന് നല്ലത്, നമുക്ക് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് CPM പോകുന്നു. പിന്നെ ഉപനേതാവായിട്ട് KN ബാലഗോപാലിൻ്റെ പേരാണ് കേൾക്കുന്നത്. ബാലേണ്ണനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പുള്ളി ഇത്തവണ ജയിച്ച തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് ജയിച്ച അപൂർവത്തിൽ അത്യപൂർവം CPM MLA-മാരിൽ ഒരാളാണ്. പുള്ളി ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമസഭയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്താനും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ തൃണസമമായിട്ട് നടപ്പാക്കാനും പിണറായി വിജയന് ശക്തി ഉണ്ടാകട്ടെ, ശേഷി ഉണ്ടാകട്ടെ, ശേമുഷി ഉണ്ടാകട്ടെ, വാഗ്ദാടി ഉണ്ടാകട്ടെ. പുതിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ മുള്ളിന്മ നിർത്താനോ കുരിശിൽ തറക്കാനോ ഒക്കെയുള്ള ത്രാണി അദ്ദേഹത്തിന് ദൈവം ഇല്ല എന്നാണ് CPM-കാർ പറഞ്ഞത്. അതുകൊണ്ട് ഇല്ലാത്ത ദൈവം പ്രദാനം ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന.